കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കൃഷിദീപവുമായിട്ടാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരത്താണ്. ശ്രീകൃഷ്ണപുരത്ത് രവിയേട്ടൻ്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. വീടെന്ന് പറയാൻ പറ്റില്ല, വേറെ കുറേ സംഗതികൾ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ കമുകിൻ്റെ പാളയിൽ നിന്ന് ഉണ്ടാക്കുന്ന പലവിധ സാമഗ്രികളാണ്. പ്ലേറ്റുകളുണ്ട്, പ്ലേറ്റുകൾ മുതൽ ഐസ്ക്രീം കപ്പ് വരെ ഞങ്ങളും കണ്ടിട്ടില്ല, കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാ രവിയേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. രവിയേട്ടൻ, എന്താണ് വിശേഷം? സുഖമാണ്. ചൂടുണ്ടല്ലേ? ചൂടുണ്ട്, നല്ല ചൂട്. എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ചൂട് ഭയങ്കര പ്രശ്നമാണല്ലേ? മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചൂടധികം കൊണ്ടുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കല്ലേ? തീരണം. നല്ല രാവിലെ വേണ്ടിയിരുന്നു. അതെ. ഇതിപ്പോൾ കുറച്ച് ചൂടധികം അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗോഡൗൺ അല്ലേ? അതായത് നമ്മൾ പാള പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്യാണ്. അതായത് മഴക്കാലം മുഴുവൻ നമുക്ക് മറികടന്ന് പോകണം. പിന്നെ അടുത്ത സീസണിൽ പാള കിട്ടുന്ന ഒരു ഡിസംബർ ജനുവരി ആ സമയത്തെ കിട്ടാൻ തുടങ്ങുള്ളൂ. അപ്പൊ അതുവരെ അടിക്കാനുള്ള പാള നമ്മൾ സ്റ്റോക്ക് ഒരു വർഷത്തേക്കുള്ള സ്റ്റോക്കാണ്. ഒരു വർഷത്തേക്കുള്ള സ്റ്റോക്ക് എടുത്തിട്ടാണ് നമ്മൾ പാള കഴുകി പിന്നെ മെഷീനിൽ. നമ്മുടെ സാധാരണ കവുങ്ങിന്റെ പാള നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ മാത്രമായിട്ട് കളക്ടപ്പാടിയിൽ നിന്ന് പാള വരുത്തുന്നുണ്ട്. പിന്നെ അത് ഒരു ലോഡ് കണക്കായിട്ട് വരും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ചില്ലറ പാളകൾ ദിവസം ഒരു 10,000 പാളയൊക്കെ വരുന്ന ദിവസമാണ്. അത് ശരി. ഒരു പാളയ്ക്ക് നമ്മൾ നല്ല പാളയ്ക്ക് ഒരു 3 രൂപ വരെ ഇതിനൊരെണ്ണത്തിന് കൊടുക്കും. അത് ശരി, 3 രൂപ വരെ കൊടുക്കും. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാർ ഇത് ഉണക്കി തരണം. ഈ പരുവത്തിലാക്കി ഇങ്ങനെ കൊടുക്കണം അല്ലേ? അത് ഇത്രയും അധികം പാളയൊക്കെ ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഉണക്കി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഗോഡൗണിലോട്ട് കയറ്റി കിട്ടാൻ മതി. ഇതിപ്പോ ഒരു വർഷത്തോളം ഇങ്ങനെ നിൽക്കും. ഒരു വർഷം അധികം നിൽക്കും. അത് നിൽക്കും അല്ലേ? തണുപ്പ് ഈർപ്പം തട്ടാണ്ടിരുന്നാൽ മാത്രം മതി. നമുക്കിപ്പോ ഒരു വർഷത്തിന് ഏകദേശം എത്ര ആവശ്യം വരുന്നുണ്ട് പാളകൾ? ഒരു വർഷത്തേക്ക് ഒരു 3-4 ലക്ഷം പാള. 3-4 ലക്ഷം. നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഐസ്ക്രീം കപ്പ് മുതൽ അതിന്റെ സ്പൂണ്, പിന്നെ ഏറ്റവും വലിയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച്. 14 ഇഞ്ച്. അതായത് ഒരു പാള വേണ്ടി. പിന്നെ നമ്മൾ ജോലിക്കാർക്ക് കൊടുക്കുന്ന ഡിസ്പോസിബിൾ ആണ്. ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളയണം. പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ടൈം യൂസ് നമ്മൾ പാള അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ടാങ്കിലേക്ക് ഇടുന്ന. ഇതിൽ വെള്ളം നിറച്ചിരിക്കുകയാണ് അല്ലേ? ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി പവർ പ്രഷറിലാണ് കഴുകണത്. അതിൻ്റെ പൊടിയും കാര്യങ്ങളും ക്ലീൻ ആണല്ലേ ഉണ്ടാവുന്നത്. ഈ മെഷീനിൽ പമ്പ് ചെയ്തിട്ട് കഴുകുകയാണ്. ഇങ്ങനെ ഒരു പമ്പ് വെച്ച് കഴുകണത്. അത് ശരി. ഇങ്ങനെ ഒരു ഇത് വെള്ളം എയർ കൂടി അല്ലേ കൂടി അടിച്ച് നല്ല ഹൈ പ്രഷറിലാണ് വെള്ളം ചെല്ലുന്നത്. അതിന്റെ ബാക്കി വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇതിൽ കഴുകിയൊക്കെ തന്നെ ഓൾമോസ്റ്റ് ക്ലീൻ ആയി. എല്ലാ പൊടിയും പോയില്ലേ? അത് കണ്ടോ, നല്ല യാതൊരു ഇതല്ലല്ലോ. ചോറിനം തന്നെയാണ്. ആ ഒരു പരുവത്തിലായി അല്ലേ? ഇതിങ്ങനെ നനയുന്നതുകൊണ്ട് പ്രശ്നം അല്ല, ഇത് നനഞ്ഞാലേ നമുക്ക് ആ ഇത് കിട്ടുള്ളൂ. ചെറിയൊരു വഴുക്കം കിട്ടണ്ടേ? മറ്റേ ട്രൈ അല്ലേ? അതെ. അപ്പൊ മിഷനിൽ വെക്കുന്നതിനനുസരിച്ചിട്ട് വളയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ഇതൊന്ന് വെള്ളം വാരും. നമുക്കിവിടെ എത്ര ജോലിക്കാരുണ്ട്? ഇവിടെ 5 പേരുണ്ട്. 5 പേരല്ലേ? ഒരു മലയാളികളല്ല. ഇവര് നമ്മുടെ പിന്നെ ആസാംകാരാണ്. ഇവിടെ അടുത്ത് വന്നതാണ്. അത് ശരി. അപ്പൊ അവരിവിടെ തന്നെ താമസിക്കാണ്. അവര് ഇതിന് വേണ്ടിയിട്ട് അല്ലേ? ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയുണ്ട്. കുട്ടിക്കൂളി പോകുന്നുണ്ട്. അത് ശരി. നമ്മൾ തന്നെ ചേർത്താ കുട്ടി. അത് ശരി. നമുക്ക് ഒരു ദിവസം ഇവിടെ എത്ര പാളകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ദിവസം ഒരു 2500 പാളയൊക്കെ. അപ്പോൾ അത്യാവശ്യം ബൾക്ക് വലിയ തന്നെ ചെയ്യുന്നുണ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് പ്രോസസ്സ്? അല്ല, ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മെഷീനിൽ അവിടെ മെഷീനിൽ അല്ലേ? അവിടെ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് എടുക്കും അല്ലേ? നമുക്ക് അതൊന്ന് കണ്ടാലും കാണാൻ.
ഇതാണ് നമ്മുടെ യൂണിറ്റ്. അപ്പം ഇതിലിപ്പോൾ നമ്മൾ പല വലിപ്പത്തിലുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ചെറിയ പാത്രം? അല്ല, ഇതിനേക്കാളും ചെറുതുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി 8 ഇഞ്ച് 8 ഇഞ്ച് പാത്രം അല്ലേ? ഇത് നമുക്ക് എത്ര റേറ്റാണ് വരുന്നത്? ഇതിപ്പോൾ നമുക്ക് 4 രൂപ വെച്ചിട്ട് 4 രൂപ വെച്ചിട്ട്. ഇതല്ലേ, ഇതുണ്ടോ? ഇതൊക്കെ ആ ഒരു മെഷീനിലാണ് അവിടെ ചെയ്തോണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഒരു 1.5 മിനിറ്റോളം ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണ്ടേ ഇവര്? അതെ അതെ, അത്രയും ടൈമിംഗ് വേണം. അതെ അതെ. ഇപ്പൊ നമുക്ക് ഈ ഒരു പാളയിൽ ഇത് 2 പീസ് അല്ല, ഇത് 2-3 വരെ കിട്ടും. 3 വരെ കിട്ടും അല്ലേ? പാളയുടെ സൈസ് അനുസരിച്ചിട്ട് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ചുകൂടി വലിയ, ഇതിന് ശരിക്കും ഒരു പാള വേണം ഇതിനല്ലേ? അത്യാവശ്യം വലുതാണ് നീളം. ഇത് 12 ഇഞ്ച് പ്ലേറ്റ്. ഇതിനകത്ത് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് അല്ലേ? ഇതാണ് ഊണ് കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് അല്ലേ? ഇത് നമുക്ക് കുറച്ച് നമുക്ക് സെന്ററിൽ വിളമ്പി വെക്കാൻ വേണ്ടി. ഇതിനാണ് 6 രൂപ. അല്ല 6 രൂപയുടെ വേറെ പ്ലേറ്റ്. അത് ശരി, അതിന് 6 പോരാ. 6 പോരാ. ഇത് നമ്മുടെ കല്യാണങ്ങൾ സാധാരണ കല്യാണത്തിൽ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകളാണ്. ഇതാകുമ്പോൾ ഹെൽത്തി ആണ് അല്ലേ? ഇതെങ്ങനെയാണ്? അതെ അതെ. ഇതെങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്? ഇതിപ്പോ നമ്മൾ ഡൈ ആദ്യം തന്നെ ഹീറ്റ് ചെയ്യും. ഒരു 3/4 മണിക്കൂർ നേരം ചെല്ലും. ഹീറ്റിംഗ് ലോഡാണ് അതിൽ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാള വെച്ചിരിക്കുന്നില്ലേ, ഈ പാള ഒരു തലക്കലിന് ആ സൈസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ മെഷീനിലും വെക്കും. അതായത് ഇവിടുന്ന് തുടങ്ങി ആ തല വരെ വെച്ച് കഴിഞ്ഞാൽ ആൾ തിരിച്ചു വരിക, ഇത് ഓപ്പൺ ചെയ്യുക, പറഞ്ഞ അതിൽ വെക്കുക, അടുത്തത് ഓപ്പൺ ചെയ്യുക. കാണുന്നില്ല, ഇതേ ആള് ചെയ്തുകൊണ്ടിരിക്കണം. ഇവര് ഇതിനുള്ള പരിശീലനമൊക്കെ എവിടുന്നാണ്? അതൊക്കെ ഞങ്ങളിവിടെ ഒരു 4 ദിവസം കൊണ്ടൊക്കെയാണ്. അത്ര മൂപ്പര് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അത് ശരി, കറക്റ്റ് ആയിട്ട് പ്ലേറ്റ് ചെയ്യണ്ടല്ലേ? അത് ശരി. അവരൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ. ഈ പാള വെക്കണ സമയത്ത് ഓരോ സൈസ് കറക്റ്റ് വെക്കണം അല്ലേ? ഇതെവിടെ ചെറിയൊരു ഇതാണ് നമ്മുടെ 4 ഇഞ്ച് ഐസ്ക്രീം കപ്പ് അല്ലേ? ഇതിന്റെ റൗണ്ട് ഉണ്ട്, അതിപ്പോ അടിക്കണില്ല, അത് ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ അത്യാവശ്യം ഷാർപ്പാണ് കേട്ടോ. അത്യാവശ്യം ഒരു പ്ലേറ്റിന്റെ അത്ര സ്ട്രോങ് ഉണ്ട്. അത്യാവശ്യം ബലം, നല്ല ബലാണ്. നിറച്ച് നമുക്ക് ഫുഡ് എടുത്തിട്ട് പിടിച്ചു നിൽക്കാം. നമ്മൾ ഈ ഒരു സംഗതിയിലേക്ക് ഇപ്പൊ എങ്ങനെ ഇതിപ്പോ അധികാരം ചെയ്യാത്തൊരു ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അധികം ആൾക്കാരും പൂട്ടി പോവാണ്. ആണല്ലേ? നമ്മളും പൂട്ടിയതാണ്, പിന്നെ രണ്ടാമത് റീഓപ്പൺ ചെയ്തതാണ്. ഇത് ലാഭകരം, പിടിച്ചു നിൽക്കാൻ ഇത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള മേഖല. മാർക്കറ്റും അതെ, റോ മെറ്റീരിയൽ ആ സമയത്ത് സംഭരിക്കുക എന്നുള്ളതാണ്. അതുണ്ടെങ്കിലേ നമ്മളിത് മുന്നിലേക്ക് പോവുള്ളൂ. അതുണ്ടെങ്കിൽ ഏറെക്കുറെ മാർക്കറ്റ് ഉണ്ട് എന്നാണ്. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിക്കാൻ പോണോണ്ട് മാർക്കറ്റ് വരാനാണ് സാധ്യത. പല ഭാഗത്തുനിന്ന് എൻക്വയറി ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ? അത് ഇങ്ങനെ പിന്നെ ഒരു ദിവസം പേപ്പറിൽ കണ്ടിട്ട് ഞാനേ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഒരു ന്യൂസ് കണ്ടിട്ട് അങ്ങനെ ഞാൻ അതിലൊന്ന് ആളെ പോയി കണ്ട്, അപ്പോൾ മൂപ്പരോട് സംസാരിച്ചത് അങ്ങനെയാണിത് തുടക്കം. പിന്നെ ഇങ്ങനെ ഇതുവരെ ഉണ്ട് 10 വർഷത്തിലധികം. ഇതിനിടക്ക് ഇപ്പൊ നമ്മൾ ഒരു തവണ പൂട്ടി എന്ന് പറഞ്ഞു. അതെന്താ നഷ്ടം കൊണ്ടാണ്? അതെന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാണെന്ന് ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിന്റെ പാള സ്റ്റോക്ക് ചെയ്യാൻ ഗോഡൗൺ വേണം. ഈ സീസണിൽ മാത്രമേ പാള കിട്ടുള്ളൂ. ഇതൊന്നും അന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോഴുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാണ്ട് ഒരുപാട് ആൾക്കാർ പഠിക്കാണ്ട്. ഇപ്പൊ നമ്മുടെ അവിടെ ഞാനിത് യൂട്യൂബിൽ ആദ്യം വിട്ടിരുന്നത് ഒരു 10,000 ആളുകൾ കാണാൻ വന്നിട്ടോ. ചുരുങ്ങിയ ആളുകൾ കാണാൻ, അതിലൊരാൾ പോലും ഇത് തുടങ്ങിയിട്ടില്ല. അത് ശരി, 10,000 ആൾ എന്തായാലും വന്നിട്ടുണ്ടോ? അത് ശരി. അപ്പൊ ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും ഇങ്ങനെ പഠിച്ച് ഇവിടം വരെ എത്തിയിരിക്കുക. നമ്മുടെ ഈ ഭാഗത്ത് പാള കിട്ടാനുണ്ടല്ലോ, പാള ഇഷ്ടം പോലെ ദൂരത്തേക്ക് പോകുന്നിടത്തോളം. ഇത് ഈ പാള കൂടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു അല്ല, അത് കഴിയില്ലല്ലോ. അത്രയും പാള വേണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ വെക്കണത് അത് ഓരോ തോട്ടത്തിൽ പോയിട്ട് നമ്മൾ സ്വരൂപിച്ച് വരിക. അത് ശരി. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് സ്വന്തം വെട്ടിക്കൊണ്ടുവരും. നമ്മൾ അവർക്ക് നല്ല പാളയ്ക്ക് 3 രൂപ വരെ ഒരു പാളയ്ക്ക് കൊടുക്കാം. 15 2 പ്ലേറ്റ് കിട്ടണം. അങ്ങനെ ഒരു നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ലാഭകരമാണ് അല്ലേ? ഈ മെഷീനറീസ് ഒക്കെ നമ്മൾക്ക് എവിടുന്നാണ്? മെഷീനറീസ് ഒക്കെ നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടും. കേരളത്തിൽ തൃശ്ശൂർ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്നേഹിതൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. കോട്ടയത്ത് പിന്നെ പുതുപ്പള്ളി എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അവരോട് പറഞ്ഞാൽ നമുക്ക് സാധനം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ഇതിനിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവർ തന്നെ വന്നിട്ട് ചെയ്യില്ല.
എനിക്ക് തോന്നുന്നു എത്ര മെഷീൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ? ഇതിലിപ്പം 6 അപ്പുറത്തുണ്ട്, 6 അപ്പുറത്തുണ്ട്, സൈഡിലുണ്ട്. ആ അതിന്റെ പിന്നിലുണ്ട് 6. അപ്പൊ ഇത്രയും മെഷീൻസ് 10 നമുക്ക് എത്ര ജോലി ചെയ്യാനായിട്ട് എത്ര പേരുണ്ട് ഇവിടെ? 5 പേര്. 5 പേര് ദിവസവും ജോലി ചെയ്യുന്നുണ്ട്. ഈ മെഷീനിൽ ഇപ്പൊ 2 പേരാണ്. അതായത് 5 മെഷീൻ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? 6 വരെ ചെയ്യാം. ആ, ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ സബ്സിഡി കിട്ടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും തരുന്നില്ല. ഈ KSEBിയുടെ ഭാഗത്തുനിന്നോ ഇതിന് കറണ്ടിന്റെ പൈസ കൂടുതലാണ്. എത്ര ബില്ലടയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8 രൂപ ആവറേജ് വരുന്നുണ്ട് യൂണിറ്റിന് വരുന്നത്. അത് ശരി. അത് അവര് കറണ്ട് ചാർജ് കൂടാണ്ട് ഇതിന് പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, പിന്നെ ഡ്യൂട്ടി, വേറെ ഡ്യൂട്ടി, അങ്ങനെ ഇതാണല്ലോ ഒക്കെപ്പാട്. അപ്പൊ അത്ര ഒരു സപ്പോർട്ടീവ് അല്ല സർക്കാരിന്റെ. അവര് പറയണ ഏറ്റവും കുറഞ്ഞ രീതിയിലത്തെ ചാർജാണ് നമുക്ക് ഇപ്പൊ അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ കീഴേക്ക് പറ്റില്ല എന്നാണ് ഞാൻ പലരും അന്വേഷിച്ചത്. ഇതിപ്പോ ഇവിടെ ഈ ചാക്കിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് നമ്മള് വിദേശത്തേക്ക് പോകാനുള്ള പ്ലേറ്റ് ആണ്. ഇത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് നമ്മളത് വേറൊരാൾക്ക് കൊടുക്കും. അത് അത്യാവശ്യം നല്ല 1500 വാട്ട്സ് കറണ്ട് ഒരു മെഷീനിൽ വരുന്നുണ്ട് അല്ലേ? ഒരെണ്ണത്തിൽ. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു പാക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? തുടച്ച് നല്ലോണം ക്ലിയർ ചെയ്ത് തുടച്ച് കാണിക്കും. ഇവരൊക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലുള്ള നമ്മുടെ അടുത്തടുത്ത വീടുകളാണ് ഈ വീടുകൾ. അത് ശരി. മറ്റവര് പിന്നെ ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് താമസിക്കുന്ന കൂട്ടരാ. പിന്നെ പുതിയൊരു പ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ്? സോപ്പ് ബോക്സ്. ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയ ഒരു നമ്മളെ പ്രൊഡക്റ്റ് ആണ്. വാഷ് ബേസിനിലോ കൊണ്ടുപോയി വെക്കാം. അതായത് ഇതിങ്ങനെ ഒരു സോപ്പ് ഇതിൽ വെച്ചിട്ട് മടക്കുക. അങ്ങനെയാണ് അതിന്റെ. അപ്പൊ സോപ്പ് ഇതിനകത്ത് സോപ്പ് കിട്ടി. പക്ഷെ ഈ ഒരു ഷേപ്പിലുള്ള സോപ്പ് ചെറുത് അല്ലേ? 100 ഗ്രാമിന്റെ സോപ്പ് സാധാരണ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇതിന് എങ്ങനെ ഡിമാൻഡ്? ഇത് കുഴപ്പമില്ലാതെ ഇതിനിവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വെക്കും. അത് അവരാ വെക്കുക. അത് ശരി. നമ്മളിങ്ങനെ സോപ്പ് ബോക്സ് ആണ് കൊടുക്കുന്നത്. അവര് ചെയ്തിട്ട് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇതിനകത്തൊരു ഡിസൈനോ കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഇതിലും ചെറിയ ഫംഗസ് അല്ല, അത് പുറം കുഴപ്പമില്ല. സോപ്പ് ബോക്സ് അല്ലേ, ആഹാരം കഴിക്കുന്ന അത്ര പ്രശ്നം. ഇത് നമ്മൾ എത്ര? ഇതൊരെണ്ണം പിന്നെ 3 രൂപ. അപ്പൊ ഇത് ലാഭകരമാണ് ശരിക്കും. അല്ല, അതിനേക്കാൾ ലാഭം കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ കുറച്ചുകൂടി വില കൂടും. ഇതിപ്പോ ഇവരൊരു സോപ്പ് നിറച്ചിട്ട് വിൽക്കണം 60 രൂപയ്ക്കല്ലേ. ഇതില് അവര് വിത്ത് സോപ്പാണ് കൊടുക്കല്ലേ? അതാണ് ശരി. അപ്പൊ ഈ ഒരു സംഗതിയുടെ ഇത് മാർക്കറ്റ് ചെയ്തിട്ട് ആ സോപ്പ് കൂടി പോയി അതിനേക്കാൾ ലാഭം ഇതാണ്. അതെ, ഇതായി മുഴുവൻ വിറ്റ് പോകണം. പക്ഷെ ഇതിന്റെ ഒരു
ഇപ്പൊ നമ്മളത് സിംഗിൾ യൂസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സോപ്പ് എപ്പോഴും ഡ്രൈ ആയിരിക്കില്ല. അപ്പൊ എത്രത്തോളം ഇത് മുന്നോട്ട് പോകും ഒരു അല്ല അതെന്താ ഈ ഇത് ജസ്റ്റ് ഒരു പാക്കിംഗ് എന്നുള്ള രീതിയിലായിരുന്നു. വിദേശികളൊക്കെയാണല്ലോ വന്നത്. റിസോർട്ടിലൊക്കെ ഇപ്പൊ താമസിക്കുന്ന വലിയ ഒരു ദിവസം താമസിച്ച് അവര് പോയി. അങ്ങനത്തെ യൂസിനാണ്. അതൊരു കൗതുകം. വീട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഫേമസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഈ പാള കൊണ്ട് ഉണ്ടാക്കുന്ന അതുപോലെ അവിടെ സ്പൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? സ്പൂൺ എടുത്ത് തരാം.
ഇതിപ്പോ ഇത്രയും പ്ലേറ്റുകൾ, അതുപോലെ സോപ്പിന്റെ കവർ, ഇതൊക്കെ നമ്മളിപ്പോ ചെയ്യുന്നില്ല, ഇപ്പൊ അടിക്കണില്ല. ഇത് സാമ്പിൾ ആയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണല്ലേ? അതെന്താ വേറെ ഓർഡർ ഉള്ള കാരണം ഈ ഡൈകളൊക്കെ അഴിച്ചു വെച്ചിരിക്കുക. ആ മെഷീനിൽ നമ്മൾ ഓർഡർ ഉള്ള നമുക്ക് ഒരു മെഷീനിൽ തന്നെ പല ഡൈ മാറ്റി ഫിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഒരു 10-20 ഡൈ വെളിയിലിരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നൊക്കെ റൗണ്ട് ടൈപ്പ് ആണ്. പിന്നെ ഈ ഇത് അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഐസ്ക്രീം കപ്പ്. ഇത് ഐസ്ക്രീം എന്നല്ല, അച്ചാറ് എല്ലാത്തിനും പറ്റും, സലാഡ് എല്ലാത്തിനും. ഈ സോപ്പ് നമ്മൾ എന്താ വ്യത്യാസം? നമ്മൾ ആദ്യം കണ്ടിരുന്ന എന്തെങ്കിലും സെയിം സാധനം തന്നെയാണ് അല്ലേ? ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കുറെ ഇതിന്റെ വേസ്റ്റ് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അത് കാലികൾക്ക് തീറ്റയാക്കാന്ന്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വേണേ സ്പൂൺ ഉണ്ടാക്കി പറ്റില്ല. അതെന്താണ്? ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ നീളത്തിലൊരു ഡൈ ആണത്. അപ്പൊ അത് നമുക്ക് അടിക്കുമ്പോൾ അതിന്റെ ആ നീളം കിട്ടണം. അത് ഈ നീളം കൊണ്ട് ഒരിക്കലും ഒതുങ്ങില്ല, നടക്കില്ല. ഇതിനേക്കാൾ നീളം വേണം. അപ്പൊ ഒരു പാള തന്നെ, ഒരു പാള വേണം അല്ലേ? ടെക്നിക്കലി അത് ശരിയാവില്ല അല്ലേ? വീതി കുറഞ്ഞ, ശരി, ഇത്രയും വീതിയുള്ള പാള വേണ്ട, വീതി കുറഞ്ഞ പാള മതി അല്ലേ? ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് മൊത്തം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ കുറെ ഏറെ ഉണ്ട് ഇവിടെ അല്ലേ? ഈ ഷീറ്റൊക്കെ മേഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു എമൗണ്ട്. ഇതിൽ സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടിന് അല്ലേ? മുകളിൽ കൂടി വെള്ളം വന്നുകൊണ്ടിരിക്കില്ല, എപ്പോഴും മഴ പെയ്യുന്നത് പോലെ അല്ലേ? താങ്ങില്ല വരുമ്പോൾ. അതുപോലെ എയർ കൂളർ അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ചൂടാണ്, ഹെവി ചൂടാണ് ഇതിനകത്ത് അല്ലേ? ഇപ്പൊ നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ടാവും ഏകദേശം ഈ ഒരു ബിൽഡ് ചെയ്തെടുക്കാൻ ഈ ഒരു സംഗതികളൊക്കെ? വിത്ത് മെഷീൻ അല്ല, വിത്തൗട്ട് മെഷീൻ 25 മെഷീൻ അടക്കം. അപ്പൊ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അല്ലേ? ചെറിയ വിജയിക്കാൻ സാധ്യത. എവിടുന്നാണ് ഇത്ര ഒരു ധൈര്യം കിട്ടിയത്? അല്ല, അതിപ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അതെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ ഞാൻ പറഞ്ഞ കൂട്ടി വെച്ചതാണല്ലോ. അപ്പൊ കോവിഡിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതല്ലേ, 3 വർഷം വെച്ച്. കഴിഞ്ഞ ഇതിലാണ് ഇപ്പൊ ഓപ്പൺ ചെയ്തത്. അത് ശരി, 3 വർഷത്തോളം. 3 വർഷം ഞാൻ കംപ്ലീറ്റ് ബന്ധാക്കി വെച്ചു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിപ്പോ ലാഭകരം തന്നെയാണ്. ലാഭകരമാണ്. അപ്പൊ നമ്മള് വില കുറഞ്ഞു നിൽക്കണം. ഈ 3 എന്നുള്ളത് അതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും. ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഒരു പാള കൊണ്ടാണെങ്കിൽ 6 രൂപ, 5.56 ഇപ്പോഴത്തെ റേറ്റ്. ബാംഗ്ലൂര്, ഞങ്ങൾ ഷിമോഗ, തുംകൂര്, സേലം, ഇവിടെ നിന്നൊക്കെ പാള എടുക്കാറുണ്ട്. അതൊക്കെ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് പാള എടുക്കുന്നത്. അട്ടപ്പാടി. വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതാണ് അല്ലേ ചേച്ചി? ഒന്ന് വരുമോ? വൈഫിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ട്? ഉണ്ടാ? അതാണ് ബുദ്ധിമുട്ടിക്ക്. ഈ 25 അത് ശരി, ചെറിയൊരു പണിയുണ്ട് അംഗനവാടിയിൽ. അല്ല, ഇതിങ്ങനെ ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ചെലവാക്കിയിട്ട് ആള് ഇതിനിങ്ങനെ മുതിർന്നപ്പോ എന്താണ് ഫസ്റ്റ് തോന്നിയത്? പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു? ഇല്ല, അങ്ങനെ പിന്തിരിപ്പിക്കാൻ അത് സ്വന്തം ഇഷ്ടമാണ്. നമ്മളങ്ങനെ എതിർപ്പൊന്നും പറയാറില്ല. ഇതിപ്പോ ചേച്ചിക്ക് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം അറിയാലോ അല്ലെ? കാര്യങ്ങളൊക്കെ അറിയാം. ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയോ? ഇത് മോളുടെ കുട്ടിയാണ്. എത്ര മക്കളാണ്? ഞങ്ങൾക്കോ 2 ആള്. 2 പേര്. അവരൊക്കെ എന്ത് ചെയ്യണം? മോളിപ്പോ പഠിക്കാൻ പോവാണ്, JDC. അവള് MBA കഴിഞ്ഞതാണ്. ഇപ്പൊ JDCയുടെ ക്ലാസ്സിന് പാലക്കാട് പോയി പഠിക്കാൻ പോയത്. അത് ശരി. മകൻ എഞ്ചിനീയറാണ്, ബാംഗ്ലൂരാണ്. സിവിലാ? അല്ല, അവനിപ്പോ TCS കമ്പനിയിലാണ്. അപ്പോൾ ഈ പണികളൊക്കെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ട്. എന്നാലും ചേച്ചിയോട് ചെയ്യാറുണ്ടോ? ചെയ്ത് നോക്കാറുണ്ടോ? ഒഴിവ് കിട്ടില്ല. ഈ കുട്ടിയെ നോക്കണം, പിന്നെ അംഗനവാടി പണിയുണ്ട്. ഇന്ന് ഇപ്പൊ ഞാനൊരു 6 മാസം പഠിക്കുന്നുണ്ട്. ശരി. അമ്മമ്മയാണ് അത്? ആരാണ് ഈ മൊട്ടടിച്ചേ? ആരാ മൊട്ടടിച്ചേ? കണ്ണമാമനെ കൊണ്ട് എങ്ങോട്ടാ കൊണ്ട്? വെട്ടിക്കൊണ്ടുപോയി. അത് ശരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ പാളവിശേഷങ്ങൾ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ പുറമെ കുറെ കൃഷികളുണ്ട് അല്ലേ അവിടെ? എന്തൊക്കെയാണ് കൃഷികളുള്ളത്? ജാതി ഉണ്ട്, നെല്ലുണ്ട്. ജാതി എത്ര ഉണ്ട് ഏകദേശം? 60 തൈകളിൽ. അതിന്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്? അതിന്റെ മാർക്കറ്റ് ഉണ്ട്.
അതിന്റെ ആ കുരു കായല്ലേ അതിനകത്ത് പൂവും അതിന്റെ പൂവ് ഫ്ലവറും പോകും രണ്ടായിട്ടാണ് വിൽക്കുന്നത്. അത് എവിടെയാണ് അതിന്റെ ഒരു മാർക്കറ്റ്? അത് ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ വാങ്ങി പോകുന്നത്. ആര് കൊണ്ടുപോകുന്നു? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർക്കറ്റ് കാലടിയിൽ അതിന്റെ ഒന്നും ആവശ്യം വരാറില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ആയോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ചു ഇങ്ങോട്ട് വരും അല്ലേ? അത് ശരി. അതിന് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളെന്തെങ്കിലും കൊടുക്കണോ? വളം നമ്മൾ ജാതിക്ക് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക്, രാസവളത്തിന്റെ ആവശ്യമില്ല. ജൈവവളമാണ് ഏറ്റവും. നമുക്ക് എത്ര ഏകദേശം ഒരു അതിന്റെ വിളവെടുപ്പ് എങ്ങനെ? ഇയർലി ഒരു തവണയാണോ അതോ ഒറ്റ തവണ? അതായത് മഴക്കാലത്ത് നല്ല വിളവെടുപ്പ് അല്ലേ? അത് എടുക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഏത് അതിന്റെ വിളവെടുപ്പ്? അതെന്താ? മഴയുടെ സമയമായ കാരണം നമ്മൾ നനയുക ഉണക്കിയെടുക്കാനൊക്കെ ഉണക്കിയെടുക്കണം അല്ലേ? അത് ഡ്രൈ ആവണല്ലോ. നമുക്ക് എത്ര kg വരെ കിട്ടാറുണ്ട്? അത് അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. എന്നാലും ഒരു 2 ലക്ഷം രൂപയുടെ കായ ഒരു വർഷം ഒരു ഈ 60 മരത്തിൽ നിന്ന് 40 ചില്ലറ മരം, 40 ചില്ലറ 2 ലക്ഷത്തിന്റെ. അപ്പൊ അത്യാവശ്യം നല്ലൊരു വില വളരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞു അല്ലേ? ഈ ജാതി പ്രധാനമായിട്ടും എന്തിനാണ് ഈ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ മരുന്നുകൾ, ബിരിയാണി മരുന്നുകളല്ലേ? പിന്നെ നെല്ലാണുള്ളത് അല്ലേ? നെല്ല് എത്ര ഉണ്ട് ഏകദേശം? നെല്ല് ഒരു 1/2 ഏക്കറോളം നമ്മളുടെ ആവശ്യമുള്ള നെല്ല് കിട്ടും. അത് ശരി. പുറത്ത് കൊടുക്കാറില്ല? ഇവർക്ക് എല്ലാവർക്കും വിൽക്കാറില്ല. ഫുള്ള് നമ്മുടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കുന്നത്. അത് ശരി. അപ്പൊ അതിനൊക്കെ എടുക്കുകയുള്ളൂ. ഏത് നെല്ലാണ് അത്? ഐശ്വര്യ. അതിന് സബ്സിഡികളും കാര്യങ്ങളും അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ചെറിയ പൈസകൾ. വേറെ എന്താണ് കൃഷി? പിന്നെ ചെറിയ അല്ലറ ചില്ലറ എല്ലാതും ഉണ്ട്. പിന്നെ മാങ്കോസ്റ്റുണ്ട് നമ്മളുടെ ആവശ്യത്തിന്. ഫ്രൂട്ട്സും കാര്യങ്ങളും അല്ലേ? ഇതിന്റെ ഒരു മേൽനോട്ടം രവിയേട്ടൻ തന്നെയാണ് അല്ലേ? നോക്കും അല്ലേ? ജോലി ചെയ്യാൻ എനിക്ക് വയ്യ. ആരോഗ്യത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ മനസ്സുണ്ടല്ലോ. അതിലെനിക്ക് ഇപ്പോഴും ഒരു പേടിയില്ല. ഇപ്പൊ ഇതുപോലുള്ള ഈ പാളയുടെ ഒക്കെ ഈ സംരംഭത്തിലൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? അവരെന്താ വെച്ചാൽ ആദ്യം മാർക്കറ്റ് അവർ സ്വയം കാണണം. അല്ലാതെ അവരെടുക്കും ഇവരെടുക്കും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയോടെ എടുക്കണ്ട. ചാടാൻ പറ്റില്ല. കാരണം എന്താ പറയുക, മെഷീൻ വാങ്ങുമ്പോൾ നല്ലൊരു പൈസ ചെലവ് വരുന്നത്. വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കൊടുക്കേണ്ടി വരും. അതെ, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ. ഇതിന് മാത്രമല്ല അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ 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 അതെ. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല. അതെ അതെ അതെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു മെഷീനെ സംബന്ധിച്ചിട്ട്. അപ്പൊ നല്ല പഠിച്ചിട്ട് മാത്രം ചെയ്യാൻ പാടില്ല. ചെയ്യുക അല്ലേ? വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വേറെ ഇപ്പൊ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, എല്ലാവരും ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സഹകരിക്കുക. നമ്മൾ നമ്പർ താഴെ കൊടുക്കുക അല്ലേ? നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പാള കൊടുക്കാനുണ്ടെങ്കിൽ അല്ലേ, വീട്ടിൽ പാള ഉണ്ടെങ്കിൽ ഇത് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എടുക്കും, ഡ്രൈ ആയിട്ട് കൊണ്ടുവന്ന്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് വേണ്ടവർക്കും ഇത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി വിട്ടുകൊടുക്കാറുണ്ട്. ഇതിപ്പോ ഈ കൊണ്ടുപോയ ആളുകളുടെ റെസ്പോൺസ്, ഫീഡ്ബാക്ക് എന്താണ്? എല്ലാവരും വളരെ നല്ലതെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു മോശം അഭിപ്രായം ഇല്ല. നല്ല ക്വാളിറ്റി, ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റ് കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ്. കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് രവിയേട്ടൻ്റെ വിശേഷങ്ങൾ. വളരെ ധൈര്യപൂർവ്വം ആണിത് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ ഈ ഇത്രയും വലിയൊരു എമൗണ്ട് 25 ലക്ഷമാണ് അല്ലേ? 25 ലക്ഷമൊക്കെ ഇട്ടിട്ടാണ് ഒരു ധൈര്യത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ സക്സസ് ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആത്മധൈര്യം പ്രശംസനീയമാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള എപ്പിസോഡുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നവർ നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നാണ്. ഇത്തരത്തിലുള്ളൊരു മറ്റൊരു കർഷകനുമായിട്ട്, മറ്റൊരു കർഷക കാഴ്ചയുമായിട്ട് കൃഷിദീപം തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.